അതേപോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ കീഴിൽ പട്ടികവർഗക്കാർക്കായി നടന്ന ഉപകരണ വിതരണ പരിപാടിയിൽ നിന്ന് ചോക്കാട് പഞ്ചായത്ത് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി. ചോക്കാട് ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയുടെ വേദിയിൽ കയറിയിരുന്ന ചോക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകല ജനാർദ്ദന് സീറ്റ് നിഷേധിച്ചതാണ് പ്രശ്നത്തിന് ഇടയാക്കിയത്. ഞങ്ങളുടെ സീറ്റില്ലാതെ വന്നിരിക്കുന്ന ആൾക്കാരെന്ന് തോന്നിക്കണം. അവിടെ വിഷയം തെറ്റാണ്. ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ അവിടെ ആരൊക്കെ ഇരിക്കുന്ന ഏത് 30 പഞ്ചായത്താണ് ഇവിടെയാണ് ഈ പരിപാടി. വൈസ് പ്രസിഡന്റ് ഇരിക്കുമ്പോൾ പറ്റില്ലെങ്കിൽ അത് നിങ്ങൾ ആദ്യം പറയണം. ഞങ്ങൾ അറിയിക്കണം. ഞാൻ കുറ്റവാളിച്ചുണ്ട്. ആരറിയിച്ചു? ഏത് പഞ്ചായത്തിലാണോ നടത്തുന്നത് ആ പഞ്ചായത്തിലെ ആ മെമ്പർമാരും അവിടുത്തെ മെമ്പർമാരും അവരെ വാർഡിലേക്ക് പോകുന്ന മെമ്പർ ഇതുണ്ടെങ്കിൽ മറ്റ് പഞ്ചായത്തെ മെമ്പർമാരടക്കം ഇവിടെ ഉണ്ടാകുന്നതാണ്. ശരിക്കും അതല്ലേ ചെയ്യാറുള്ളത്? അതുപോലെ പരിപാടി സഹകരിക്കുന്നില്ല. ഞങ്ങൾ പിറകിലിരിക്കുന്നവരാണ്. ഞങ്ങൾ പിറകിലിരിക്കാൻ താല്പര്യപ്പെടുന്നു. ഞങ്ങൾ ഈ മുന്നിൽ തള്ളിക്കാരി ഇരിക്കുന്ന ആളുകളൊന്നുമല്ല. ഞങ്ങളെ പറ്റി എന്താ വിചാരിച്ചിരിക്കുന്നത്? ഞങ്ങളെ വിചാരം എന്താണ്? ജനപ്രതിനിധികളാണെങ്കിൽ ഞങ്ങൾ ഒരു സീറ്റിന് വേണ്ടി ഇരിക്കുന്ന ആളുകളല്ല എന്ന് ആദ്യം മനസ്സിലാക്കാം. ഞങ്ങൾ വന്നത് ഇവിടുത്തെ കർഷകരുടെ ആവശ്യത്തിന് വേണ്ടി ഈ പ്രൊജക്ട് സംവിധാനത്തിന് വേണ്ടിയിട്ട് ഇന്നലെ മുതൽ ഇതിന്റെ എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി വന്ന ആളുകൾ. ഞങ്ങൾ എന്താ പറയട്ടെ, മുഴുവൻ ഞങ്ങൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ പഞ്ചായത്തിന് വൈസ് പ്രസിഡന്റ് സീറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കാൻ അനുമതി നിങ്ങൾ ആദ്യം പറയണം, ഇല്ലെങ്കിൽ ഇല്ലാന്നും പറയണം. അവിടെ ഇരുന്ന ആളുകളെ പറഞ്ഞേക്കാൾ അധികാരങ്ങൾക്കില്ല. മനസ്സിലാണല്ലോ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം സംവിധാനത്തിൽ ഞങ്ങൾ യോജിക്കുന്നില്ല. കർഷകർ കൊടുത്തോടി ഇത് ഞങ്ങൾ സഹകരിക്കൂല. വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് ചോക്കാട് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിലാണ് സംഭവം. കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിന് കീഴിലാണ് പരിപാടി നടത്തുന്നത്. വേദിയിൽ കയറിയിരുന്ന ചോക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ സംഘാടകർ ഇറക്കിവിട്ടുവെന്നാണ് ആരോപണം. സംഭവം നടന്ന ഉടനെ ചോക്കാട് പഞ്ചായത്ത് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ബഹളം വെച്ച് പ്രതിഷേധിച്ചു. ചോക്കാട് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടക്കുന്ന പരിപാടിയിലേക്ക് പഞ്ചായത്ത് പ്രസിഡന്റും കൃഷി ഓഫീസറും മുഴുവൻ വാർഡംഗങ്ങളെയും ക്ഷണിച്ചിരുന്നു. എന്നാൽ ഈ പരിപാടി പഞ്ചായത്ത് നടത്തുന്ന പരിപാടിയല്ലാത്തതിനാൽ എല്ലാവരെയും പങ്കെടുപ്പിക്കാനാവില്ലെന്നുമാണ് സംഘാടകരുടെ വിശദീകരണം. ചോക്കാട് പഞ്ചായത്തിലെ മുഴുവൻ അംഗങ്ങളും യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയെങ്കിലും കരുളായി പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീയും ചോക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് പി സിറാജുദ്ദീനും കാളികാവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദയും പരിപാടിയിൽ ആദ്യാവസാനം വരെ പങ്കെടുത്തു. ഇന്ന് ചോക്കാട് ഗ്രാമപഞ്ചായത്തില് ഒരു അനിഷ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനപ്രതിനിധികൾക്കെതിരെ ഒരു ഒഴിച്ചു നിർത്തുന്ന സംഭവം ഉണ്ടായി. ബ്ലോക്കിന്റെ കീഴിൽ കൃഷി വിജ്ഞാന കേന്ദ്രയുടെ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ST വിഭാഗക്കാർക്ക് അവർക്കുള്ള കാർഷിക ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. കാളിയ ബ്ലോക്കിന്റെ കീഴിലുള്ള പഞ്ചായത്തുകളിലെ പട്ടികവർഗ വിഭാഗക്കാർക്കുള്ള വിതരണ ഉദ്ഘാടന സമയത്ത് പഞ്ചായത്തിലെ മെമ്പർമാർ, അതുപോലെ തന്നെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ക്ഷണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃഷി വിജ്ഞാൻ കേന്ദ്ര പ്രൊജക്ട് കോർഡിനേറ്റർ ഇബ്രാഹിം കുട്ടി സാർ ഞങ്ങൾ അവിടെ നിന്ന് ഇറക്കിവിടാവുന്നൊരു തരത്തിലുള്ള ഞങ്ങൾക്ക് അവിടെ കയറാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇറക്കിവിടാൻ തുല്യമാണ്. അങ്ങനെ ഒരു അനിഷ്ട സംഭവം ഉണ്ടായി. ഞങ്ങളുടെ പഞ്ചായത്തിൽ ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ കൃഷി വിഭാഗത്തിന്റെ കൃഷി ഓഫീസറുടെ അനുമതി പ്രകാരം ഇതിനു വേണ്ടുന്ന എല്ലാ സംവിധാനവും ഞങ്ങൾ ചെയ്തു കൊടുത്തു. ഇവിടെയുള്ള ഈ കർഷകരെ ഇവിടുത്തെ മെമ്പർമാരാണ് സെലക്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ട സഹായം ചെയ്തെടുത്തത്. അപ്പോൾ 6ാം വാർഡ് അതുപോലെ തന്നെ 7ാം വാർഡ് ഈ വാർഡിൽ നിന്നുള്ള കർഷകർ ഇവിടെ വന്നിട്ടുണ്ട്. ഈ കർഷകരെ പേര് നിർദ്ദേശിച്ചു കൊടുത്തത് ഇവിടുത്തെ മെമ്പർമാരാണ്. ആ മെമ്പർമാർക്കും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് അവിടെ ഇരിക്കാൻ പാടില്ല എന്ന തിട്ടൂരം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ നടത്തിയെന്നറിയില്ല. അതുപോലെ തന്നെ ഇന്നൊരു പ്രോഗ്രാം നടക്കുമ്പോൾ ഈ ഒരു മീറ്റിങ്ങിന് ഇതിന്റെ മുൻപ് ഞങ്ങളോട് പറഞ്ഞാൽ മതി, ഇന്ന ആളുകളെ ഇതിന് ക്ഷണനമുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങളവിടെ വരില്ല. അവരുടെ വാക്കിൽ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ പഞ്ചായത്ത് പ്രതിനിധികൾ ഞങ്ങൾക്ക് ഇരിക്കാനുള്ള സീറ്റിന് വേണ്ടി പോകുന്ന തരത്തിലുള്ള സമീപനം അവരുടെ ഭാഗത്തുണ്ടായത്. ഇത് തികച്ചും ജനദ്രോഹപരമാണ്. അവരുടെ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലക്ക് ഒരു കാരണവശാലും ഒരു പഞ്ചായത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളോട് ഇത്ര അവഗണന പാടില്ല. ഇത് ശക്തമായ പ്രതിഷേധം ഞങ്ങൾക്കുണ്ട്. ചോക്കാട് പഞ്ചായത്തില് കർഷകർക്ക് വേണ്ടിയിട്ട് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കർഷകർക്ക് വേണ്ടിയിട്ട് കൃഷി ആയുധങ്ങൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുന്ന പരിപാടിയിലേക്ക് വളരെ ഗംഭീരമായ പരിപാടിയായിരുന്നു. നമ്മുടെ വാർഡുകളിൽ നമ്മുടെ
2 വാർഡുകളിലുള്ള ആളുകൾക്കാണ് ഇത്രയും കിട്ടുന്നത്. 25ഓളം ആളുകൾക്ക് നമ്മുടെ വാർഡിലുള്ള ആളുകൾക്ക് കാർഷിക ഉപകരണങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് അത്ര നല്ല ഭംഗിയുള്ളൊരു പരിപാടി ഒരു മോശപ്പെട്ട രീതിയിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഉദ്യോഗസ്ഥർക്ക് അത് ഞങ്ങളുടെ ഭരണസമിതിയെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രസിഡന്റ് ഇരിക്കുന്ന ഭാഗത്തു നിന്ന് അവിടെ നിന്ന് വൈസ് പ്രസിഡന്റിനെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെയും അതുപോലുള്ള മറ്റു മെമ്പർമാരെയും ഇറക്കി വിടുക എന്ന് പറഞ്ഞാൽ അത് ഒരു പഞ്ചായത്തിൽ വെച്ച് ചെയ്യുന്ന പരിപാടിക്ക് ഉചിതമല്ലാത്തൊരു കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിലിരിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് എല്ലാ മെമ്പർമാരും അതിൽ ഉൾക്കൊള്ളിച്ചില്ലെങ്കിൽ, സാധാരണ ഒരു പഞ്ചായത്തിൽ നടക്കുന്ന പരിപാടിയാണെങ്കിൽ ആ പഞ്ചായത്തിലെ മുഴുവൻ മെമ്പർമാരെയും ഉൾക്കൊള്ളിച്ചിട്ട് വേണം ആ പരിപാടി നടത്താനായിട്ട്. പിന്നെ മറ്റു വരുന്ന ആളുകളെ ക്ഷണിച്ചു വരുത്തുന്ന ആളുകളെ അവരെയും കൂടി ഉൾക്കൊള്ളിക്കണം. പക്ഷേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെങ്കിലും അതിൽ ആ പരിപാടിയിൽ ഉൾപ്പെടുത്താത്തത് വളരെ മോശമായി പോയി എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കല്ലാണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി കൊണ്ട് തന്നെ. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.